Dear students, 10th standard mathematics online ക്ലാസ്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അവസാനത്തെ പ്രോബ്ലമാണിത്. ഇന്ന് ചെയ്യേണ്ട ഒരു പ്രോബ്ലം, prove that two circles drawn on two equal sides of a triangle as its diameter, and we have to show that they pass through the midpoint of the third side. ഈ ഒരു പ്രോബ്ലം പറയുന്നതിന് സഹായകമായ ഒരു കാര്യം, നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് പഠിച്ച ഒരു കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു ത്രികോണമുണ്ട്. ത്രികോണം ABC ആണെന്ന് വിചാരിക്കും. ഈ ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. These two are equal sides, therefore it is an isosceles triangle. So here, if we draw a perpendicular from this point where these two equal sides meet, ഈ രണ്ട് തുല്യവശങ്ങളും സംഗമിക്കുന്ന ഈ ബിന്ദുവിൽ നിന്ന് ഇതിന്റെ മൂന്നാമത്തെ വശത്തേക്ക് ഒരു ലംബം ഇതേപോലെ വരയ്ക്കുകയാണ് എങ്കിൽ, തുല്യമായ വശങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് അതിന്റെ മൂന്നാമത്തെ വശത്തേക്ക് ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ ആ ലംബം ഈ മൂന്നാമത്തെ വശത്തെ തുല്യമായ രണ്ട് ഭാഗങ്ങളാക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന് റിവേഴ്സ് സ്റ്റേറ്റ്മെന്റ്, ഈ ബിന്ദുവിൽ നിന്ന് മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന രേഖ, ഈ രേഖ ഈ മൂന്നാമത്തെ വശത്തിന് ലംബമായിരിക്കും എന്നുകൂടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞെടുക്കുന്നത്, ഇവിടെ ഇതിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചു എങ്കിൽ ഈ വര ഈ മൂന്നാമത്തെ വശത്തിന് ലംബമാണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ചോദ്യത്തിൽ പറയുന്നത്, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വൃത്തങ്ങൾ വരക്കുന്നു. ഈ വശം വ്യാസമായി വൃത്തം വരക്കുന്നു, ഈ വശം വ്യാസമായി വൃത്തം വരക്കുന്നു. ആ രണ്ട് വൃത്തങ്ങളും ഇതിന്റെ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. Here we have an isosceles triangle, and if these two are equal sides, if we draw a circle with this side as the diameter and another circle with this side as its diameter, we have to show that both of the circles will pass through the midpoint of the third side. Okay, ഈ വശവും വ്യാസമായി വരക്കുന്ന വൃത്തങ്ങൾ രണ്ടും ഇതിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഈ പ്രോബ്ലത്തിൽ we have to draw a triangle ABC which is isosceles. ഒരു സമപാർശ്വ ത്രികോണം വരക്കണം. അതായത് AB equal to AC ആയിട്ടുള്ള ഒരു സമപാർശ്വ ത്രികോണം വരച്ചു. ആ സമപാർശ്വ ത്രികോണത്തിന്റെ സമമായ ഭാഗങ്ങൾ, സമമായ വശങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് A. This A is a meeting point of the equal sides of this isosceles triangle. ഈ ബിന്ദുവിൽ നിന്ന് ഈ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരക്കുക. M is the midpoint of this AC. എയിൽ നിന്ന് മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വര വരച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ഇതായിരിക്കും, നമ്മൾ നേരത്തെ കണ്ടു. അതുകൊണ്ട് median from the meeting point of equal sides is always perpendicular to the third side. ഈ തുല്യവശങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് ഒരു മീഡിയൻ വരച്ചാൽ, അതിന്റെ എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചാൽ ആ വര എന്തായിരിക്കും? എപ്പോഴും ഇവിടെ ഈ മൂന്നാമത്തെ വശത്തിന് ലംബമായിരിക്കും എന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോണിന്റെ അളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ സിൻസ് ഇറ്റ് ഈസ് 90 ഡിഗ്രി, വി നോ ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90. ബോത്ത് ഓഫ് ദീസ് ആംഗിൾസ് ആർ 90. സോ AC വ്യാസമായി ഒരു വൃത്തം വരക്കും. വൃത്തം വരച്ചാൽ ആ വൃത്തം ഏതിലൂടെ കടന്നുപോയിരിക്കണം? ഈ പോയിന്റിലൂടെ കടന്നിരിക്കണം. കാരണം നമുക്കറിയാം ഒരു അർദ്ധവൃത്തത്തിലെ കോണാണ് 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ഉള്ളത് കൊണ്ട് തന്നെ if you draw a circle with this AC as the diameter, that circle will pass through this point because we know that angle in a semicircle is 90. ഒരു അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 90 ഡിഗ്രി കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇത് വ്യാസമായി വൃത്തം വരച്ചാൽ ആ വൃത്തം അതിലൂടെ കടന്നു പോകണം. In the same way, if you draw another circle with this AB as diameter, AB വ്യാസമായി വേറെ വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആ വൃത്തവും ഇതിലൂടെ കടന്നു പോകണം, ഇതിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ വൃത്തം അതിലൂടെ കടന്നു പോകും, ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് അത് വ്യാസമായി വരക്കുന്ന വൃത്തവും ഇതിലൂടെ കടന്നു പോകും. അതുകൊണ്ട് both of the circles will pass through the same point. So you have to write this. തുല്യവശങ്ങളുടെ സംഗമ ബിന്ദുവിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് ലംബമായിരിക്കും എന്ന് എഴുതുക. അതുകൊണ്ട് AMB equal to 90, AMC is equal to 90. രണ്ട് കോണും 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് അർദ്ധവൃത്തത്തിലേക്ക് കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് AB വ്യാസമായ വൃത്തവും AC വ്യാസമായ വൃത്തവും എമ്മിലൂടെ കടന്നുപോകും എന്ന് എഴുതുക. ഇനി അടുത്ത ചോദ്യം,
അടുത്ത ചോദ്യം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ ചോദ്യം നോക്കുക. ഇവിടെ ഒരു റോംബസ് ഉണ്ട്, സമഭുജ സാമാന്തരികം. ഈ സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങൾ വ്യാസങ്ങളായി വൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ സാമാന്തരികമാണ്, ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇറ്റ്സ് എ റോംബസ്. So if we draw a circle here, draw circles with this sides as its diameter. ഇതിന്റെ വശങ്ങൾ വ്യാസങ്ങളായി വൃത്തങ്ങൾ വരച്ചാൽ we have to show that all the circles will pass through a particular point, a fixed point. ഒരു ബിന്ദുവിലൂടെ ഈ എല്ലാ സർക്കിൾസും എല്ലാ വൃത്തങ്ങളും കടന്നു പോകും എന്ന് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യം ഇതൊരു ഒരു സമഭുജ സാമാന്തരികമാണ്, റോംബസ് ആണ് എന്നാണ്. അപ്പൊ തന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ here we have a rhombus with all the sides AB, BC, CD and AD are all equal. In this rhombus, if we draw these diagonals, ഈ വികരണങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു റോംബസിന്റെ വികരണങ്ങൾ പരസ്പരം എന്തായിരിക്കും? ലംബ സമഭാജികളായിരിക്കും. The diagonals of a rhombus are perpendicular bisectors. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളായിരിക്കും എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് തുല്യമായിരിക്കും, ഇവിടെ ഇങ്ങോട്ട് തുല്യമായിരിക്കും, പിന്നെ പരസ്പരം ലംബങ്ങളും കൂടിയായിരിക്കും എന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഒരു കോൺ വരച്ചു നോക്കും. ഇവിടെ ഒരു കോൺ വരയ്ക്കുമ്പോൾ ഇവിടെ ഈ കോണിന്റെ അളവ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. Since this angle is equal to 90, because both of these lines are perpendicular to each other, therefore each angle is equal to 90. If we consider this angle AMD is equal to 90 degree. Therefore we know that angle in a semicircle is 90 degree. Therefore if we draw a circle with AD as diameter, AD വ്യാസമായി വൃത്തം വരച്ചാൽ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ബിന്ദുവിലൂടെ കടന്നു പോയിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ഒരു ഈ ട്രയാങ്കിൾ പരിഗണിക്കുക. ഈ ട്രയാങ്കിൾ ഇവിടെയുള്ള കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് വ്യാസമായി വൃത്തം വരച്ചു കഴിഞ്ഞാൽ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് that circle also should pass through that point. And we consider the next triangle here. This angle is equal to 90. All these angles are equal to 90 degree, no? Therefore this angle is equal to 90. Therefore if you draw a circle with this line BC as its diameter, that circle also should pass through that point. And the last case here, we consider the last triangle here. This triangle, this angle is equal to 90 degree, and if you draw a circle with this side as its diameter, that circle also should pass through this point. അപ്പോൾ ഇത് ഈ വര വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയതുകൊണ്ട് ഇതിലൂടെ കടന്നു പോയിരിക്കണം. അപ്പൊ നമ്മൾ എഴുതുമ്പോഴെന്ത് എഴുതണം? എഴുതുക ഇവിടെ AMD is equal to 90, this angle is equal to 90, this angle equal to 90, this angle equal to 90, this angle equal to 90, because diagonals of a rhombus are perpendicular bisectors. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ ലംബ സമഭാജികളാണ് എന്ന് എഴുതുക. പരസ്പരം ലംബ സമഭാജികളാണ്. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ്. അതുകൊണ്ട് ഇവിടെ ഈ കോണ്, അതായത് AMD is equal to 90, AMB is equal to 90, BMC is equal to 90, അതുപോലെ തന്നെ CMD is equal to 90. All these four angles are equal to 90. And after this you have to write angle in a semicircle is 90. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്ന് എഴുതുക. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയതുകൊണ്ട് 4 വൃത്തങ്ങളും വശങ്ങൾ വ്യാസങ്ങളായ 4 വൃത്തങ്ങളും എമ്മിലൂടെ കടന്നു പോകും. ഓക്കെ, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയുണ്ട്. ഇവിടെ ഒരു കൈറ്റ് തന്നിരിക്കുകയാണ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 വശങ്ങളും തുല്യമാണ്, ഈ 2 വശങ്ങളും തുല്യമാണ്. അടുത്ത 2 വശങ്ങൾ ഇവിടെ ചോദ്യത്തിന്റെ ലാംഗ്വേജ് പ്രോബ്ലം, ഈ 2 വശങ്ങളും തുല്യമാണ്, ഈ 2 വശങ്ങളും തുല്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ബഹുഭുജത്തിന്റെ വശങ്ങൾ വ്യാസമായി വൃത്തം വരച്ചാൽ ആ വൃത്തവും ഇതിലൂടെ കടന്നുപോകും, ഒരു ബിന്ദുവിലൂടെ കടന്നുപോകും എന്ന് തെളിയിക്കുക എന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ ചോദ്യത്തിന്റെ അതേപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ വികരണങ്ങൾ പരസ്പരം ലംബങ്ങളായിരിക്കും, സമഭാജികളാവില്ല. കാരണം ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ദൂരവും എന്തല്ല, തുല്യമല്ല. ഇവിടെ ഇങ്ങോട്ട് തുല്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് മധ്യബിന്ദുവിലേക്ക് വരക്കുന്നത് ഇവിടെ ലംബമായിരിക്കും. അതുപോലെ ഈ 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് ഇവിടെ ഇവിടത്തേക്ക് വരക്കുന്ന വര എന്തായിരിക്കും, ഇവിടെ ലംബമായിരിക്കും. അതുകൊണ്ട് ഈ വരയും പരസ്പരം ലംബങ്ങളായിരിക്കും, പക്ഷെ എന്തല്ല, സമഭാജികളല്ല. അതുകൊണ്ട് നമുക്കറിയാം ഒരു കൈറ്റിന്റെ വികരണങ്ങൾ പരസ്പരം ലംബങ്ങളാണ്.
അതുകൊണ്ട് ലംബമായതുകൊണ്ട് ഇവിടെയുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ എല്ലാം ഉള്ള കോൺ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ വരച്ച പോലെ തന്നെ വരക്കുക. എന്നിട്ട് ഈ കോൺ 90 ആണ്, അതുകൊണ്ട് ഈ വൃത്തം അതിലൂടെ കടന്നു പോകും. ഇവിടെയുള്ള കോൺ 90 ആണ്, അതുകൊണ്ട് ഈ വൃത്തം കടന്നു പോകും. അതേപോലെ സിമിലർ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ഇതാണ്. ഹിയർ വി ഹാവ് എ സർക്കിൾ, ഒരു വൃത്തമുണ്ട്. അപ്പൊ ഇവിടെ ഈ ചാപം നമ്മൾ പരിഗണിക്കുക. എ ബി എന്ന് പറയുന്ന ചാപത്തിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ് എയും ബിയും. ആ എയും ബിയിൽ നിന്നും സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സെന്റർ ആംഗിൾ ഉണ്ടാവും, കേന്ദ്രകോൺ. അതേ എയിൽ നിന്നും ബിയിൽ നിന്നും അതിന്റെ മറുചാപത്തിലേക്ക്, നമ്മൾ ഈ ചാപമാണ് പരിഗണിക്കുന്നതെങ്കിൽ അതിന്റെ മറ്റേ ഭാഗത്ത് നമ്മൾ മറുചാപം എന്നാണ്, ആൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയാം. ഈ ആർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വള പൊട്ടിച്ച് 2 പീസ് കിട്ടും. ഒരു ചെറിയ പീസ് ഒരു വലിയ പീസും കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് വി കൺസിഡർ ദ സ്മോളസ്റ്റ് ആർക്ക്, then the other one is the alternate arc. Then if we consider this bigger one, then the other one is the alternate arc of the first one. Therefore, if we consider this AB as the arc in consideration, then this other one is the alternate arc. Then from these points A and B, A യിൽ നിന്നും B യിൽ നിന്നും നമ്മൾ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും ഒരു കോൺ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ഒരു ആർക്ക് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പസ് എത്രമാത്രം തിരിക്കേണ്ടി വരുന്നുണ്ട്, അതാണ് ഇവിടുത്തെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ആർക്ക് വരക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇത്രയും തിരിക്കേണ്ടി വന്നു, അതാണ് അതിന്റെ കേന്ദ്രകോൺ. അപ്പോൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ബിയിൽ നിന്ന് ഓയിലേക്കും വരച്ചു കഴിഞ്ഞാൽ കേന്ദ്രകോൺ കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു കോൺ, ഇതാണ് നമ്മുടെ ആർക്ക്. ഈ ആർക്ക് പരിഗണിക്കുമ്പോൾ ഇതാണ് അതിന്റെ കേന്ദ്രകോൺ. അപ്പൊ നമ്മൾ ആ കേന്ദ്രകോണും അതിന്റെ മറുചാപത്തിലെ കോണും തമ്മിലുള്ള ബന്ധമാണ് വേണ്ടത്. ഇവിടെ 50 ഡിഗ്രി ഉണ്ട്, ഇവിടെ 100 ഡിഗ്രി ഉണ്ട്, അതായത് ഇവിടെ ഉള്ളതിന്റെ ഇരട്ടിയാണ് ഇവിടെ ഉണ്ടാവുക എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. തെളിവ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് എന്നല്ല. കുറെ 2-3 കേസസ് ഉണ്ട്. അതിനകത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സിമ്പിൾ കേസാണ് നമുക്ക് ഇവിടെ തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ തെളിവിലേക്ക് പോകുന്നതിന് മുമ്പേ വളരെ ലളിതമായ ഒരു കാര്യം, നമ്മൾ 8ാം ക്ലാസ് പഠിച്ച ഒരു ലളിതമായ കാര്യമാണ്. ഒരു ത്രികോണം, ഈ ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 6 യൂണിറ്റ്സ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 6 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇവിടെയുള്ള ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്ര ഉണ്ടാവുക? These are the equal sides of this triangle. Therefore, if this is equal to 30, this also must be equal to 30 degree. Okay? അപ്പോൾ ഇവിടെ രണ്ടും വരുമ്പോൾ ഇതും 30 ആണെങ്കിൽ ഈ ഒരു കോൺ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ഒരു ബാഹ്യകോണാണ്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ ഒരു സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഈ കിട്ടിയ ഈ ബാഹ്യകോൺ, ദിസ് ഇസ് an exterior angle of this triangle obtained by extending this side. ഈ സൈഡ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ആംഗിൾ, ഇതിന്റെ ഈ ട്രയാംഗിളിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. Therefore, this angle is the sum of these 2 remote interior angles. ഇതിന്റെ അകത്ത് കയർന്നിട്ട് ദൂരെയുള്ള 2 കോണുകൾ കൂട്ടിയാൽ അവിടെ കിട്ടും. കാരണം എന്താണ്, ഇതിന്റെ കൂടെ ഇത് കൂട്ടിയാൽ 180 ആവും, ഇത് രണ്ടും കൂടി കൂട്ടിയതിന്റെ കൂടെ ഇത് കൂട്ടിയാലും 180 ആവും, ഇതിന്റെ കൂടെ ഇത് കൂട്ടിയാൽ 180 ആവും, ഇതിന്റെ കൂടെ ഇത് കൂട്ടിയാലും 180 ആവും. അതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കണം, തുല്യമായിരിക്കണം. ഇവിടെയുള്ള 2 കോണുകളുടെ തുകയും ഇതും തുല്യമായിരിക്കണം. ആ ഒരു കാര്യം നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വര വരട്ടെ. OP എന്ന് പറഞ്ഞ വര ഇവിടെ Q എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പിയിലുള്ള മൊത്തം ആംഗിളിനെ 2 പീസാക്കി. ഒരു കോണ് X, മറ്റേ കോണ് Y എന്ന് വിചാരിക്കുക. സപ്പോസ് ഈ കൺസിഡർ ദിസ് ആംഗിൾ ആസ് X. ഇത് X എന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഈ കോണ് എത്ര തന്നെയായിരിക്കും? X തന്നെയായിരിക്കും. ഇത് X ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും കൂടി കൂട്ടിയാക്കിടുന്ന 2X ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം ഈ ത്രികോണത്തിന്റെ ഇത് വശം ഇങ്ങോട്ട് നീട്ടിയപ്പോൾ കിട്ടിയ ഒരു ബാഹ്യകോണാണ്. അപ്പോൾ ഈ ബാഹ്യകോണിന്റെ അളവ് ആന്തരവിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യമായതുകൊണ്ട് this is equal to 2x. In the same way, if we consider this angle is equal to y, ഇത് y ആയി എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കോൺ എത്ര തന്നെയായിരിക്കും? y തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതും കൂടി കൂട്ടിയാക്കുന്നതായിരിക്കും ഇവിടെ ഉണ്ടാവും. കാരണം this is the exterior angle of this triangle and these are the equal sides. Therefore, these angles are equal. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഈ 2 കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെ വരുന്ന ആ കോണിന്റെ അളവ് ഈ 2 കോണുകൾ കൂട്ടിയാൽ കിട്ടും. ആന്തരവിദൂര കോണുകളുടെ റിമോട്ട് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മാണ് ഇവിടെ വരിക. Therefore, that angle is equal to 2y. Okay. Then this angle is equal to AOB. This angle AOB is equal to sum of these two, 2x and 2y. Sum of 2x and 2y is the measure of this angle. Total angle here AOB. ഒരു പാർട്ട് 2x ആണ്, ഒരു പാർട്ട് 2y ആണ്. അതുകൊണ്ട് ടോട്ടൽ ആംഗിൾ ഇവിടെ വരുന്നത് എത്രയാണ്? 2x plus 2y ആണ്. ഓക്കെ, ഈ 2 എന്ന് പറയുന്നത് രണ്ടിന്റെ അകത്ത് ഉള്ളതുകൊണ്ട് as this 2 is a common factor, we can take that 2 outside, then write like this. ഇവിടുന്ന് 2 വെളി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x ബാക്കിയുണ്ടാവും, ഇവിടെ y ബാക്കിയുണ്ടാവും. Therefore, it is 2 into x plus y. We know that x plus y is the sum of these 2 angles. This is the total angle at P. Therefore,
ഇൻസ്റ്റെഡ് ഓഫ് ദിസ് 2 into x plus y, ഈ x plus y ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? p എന്ന് എഴുതാം, ആംഗിൾ p എന്ന് എഴുതാം. അതുകൊണ്ട് 2 into x plus y, that is 2 into angle p, because angle p is the sum of these two x and y. Okay, therefore that instead of x plus y we can write p. Okay, that is what we have to prove. This angle AOB is equal to 2 times p. This angle AOB is 2 times of this total angle at this point p. Okay, therefore this is a center angle and this is the angle in the alternate arc. Therefore this arc made an angle at the center, so it is called a center angle. കേന്ദ്രകോൺ, അതായത് ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ കോണ്, ആ ചാപം അതിന്റെ മറുചാപത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കിയ കോൺ. അപ്പോൾ നമ്മൾ ഈ ചാപത്തിന് രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്നും കേന്ദ്രത്തിലേക്ക് വെച്ചാൽ കേന്ദ്രകോണ് കിട്ടും. അതേ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്ന് മറുചാപത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോണ് ഇതിന്റെ പകുതിയായിരിക്കും എന്ന് തെളിയിക്കേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് പ്രൂവ്ഡ്. ഓക്കെ.